2026 മെയ് 1 ലോകമെമ്പാടുമുള്ള യുദ്ധവിരുദ്ധ പോരാളികളുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും കലണ്ടറുകളിൽ ഈ തീയതി ചുവന്ന മഷിയാൽ വട്ടമിട്ട് കഴിഞ്ഞു. ഇത് വെറും ഒരു തീയതി മാത്രമല്ല, ഒരുപക്ഷെ ആധുനിക ലോകക്രമത്തിന്റെ ഗതി നിശ്ചയിക്കുന്ന അമേരിക്കൻ ജനാധിപത്യത്തിന്റെ അന്തസത്ത പരീക്ഷിക്കപ്പെടുന്ന ഒരു നിർണായക മുഹൂർത്തം കൂടിയാണ്. ഇറാന്റെ പരമാധികാരത്തിന് മേൽ അമേരിക്ക തൊടുത്തുവിട്ട മിസൈലുകൾക്ക് മറുപടിയായി മിഡിൽ ഈസ്റ്റ് കത്തുമ്പോൾ ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ ഒരു വലിയ ഡെഡ് ലൈൻ തെളിയുകയാണ്. 1973 യുദ്ധാധികാര നിയമം അനുസരിച്ച് കോൺഗ്രസിന്റെ മുൻകൂർ അനുമതിയില്ലാതെ സായുധ സേനയെ വിന്യസിച്ച ഒരു പ്രസിഡന്റിന് പരമാവധി 60 ദിവസം മാത്രമേ യുദ്ധം തുടരാൻ അധികാരമുള്ളൂ. ഫെബ്രുവരി 28 ആരംഭിച്ച ഈ ആക്രമണം മെയ് 1 അതിന്റെ 60ാം ദിവസം പൂർത്തിയാക്കുമ്പോൾ ട്രംപ് ഒന്നുകിൽ പിന്മാറണം, അല്ലെങ്കിൽ നിയമത്തെ വെല്ലുവിളിക്കണം. അമേരിക്കൻ ഭരണഘടന അനുസരിച്ച് യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അധികാരം കോൺഗ്രസിനാണെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ സൈന്യത്തെ വിന്യസിക്കാൻ പ്രസിഡന്റിന് പ്രത്യേക അധികാരമുണ്ട്. എന്നാൽ 1973 വാർ പവേഴ്സ് പ്രമേയം അനുസരിച്ച് കോൺഗ്രസിന് മുൻകൂർ അനുമതിയില്ലാതെ സൈനിക നീക്കം നടത്തിയാൽ അത് ആരംഭിച്ച് 48 മണിക്കൂറിനുള്ളിൽ കോൺഗ്രസിനെ അറിയിച്ചിരിക്കണം. അതിനുശേഷം 60 ദിവസത്തിനുള്ളിൽ കോൺഗ്രസ് ഈ നടപടിക്ക് അംഗീകാരം നൽകിയില്ലെങ്കിൽ സൈന്യത്തെ പിൻവലിക്കാൻ പ്രസിഡന്റ് ബാധ്യസ്ഥനാണ്. ട്രംപിന്റെ കാര്യത്തിൽ ഫെബ്രുവരി 28 ആക്രമണം തുടങ്ങിയെങ്കിലും മാർച്ച് 2 അദ്ദേഹം ഔദ്യോഗികമായി കോൺഗ്രസിനെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ നിയമപരമായി ഈ 60 ദിവസത്തെ ക്ലോക്ക് മെയ് 1 അവസാനിക്കും. ഇറാന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പ്രകോപനമില്ലാതെ നടത്തിയ ഈ കടന്നാക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം മാത്രമല്ല, അമേരിക്കയുടെ സ്വന്തം നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഒന്നുകൂടിയാണ്. ട്രംപ് തന്റെ പ്രസംഗങ്ങളിൽ യുദ്ധമെന്ന വാക്കിന് പകരം സൈനിക നടപടി എന്ന് ഉപയോഗിക്കുന്നത് ഈ 60 ദിവസത്തെ പരിധിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇറാനിലെ സാധാരണ ജനങ്ങളുടെ മേൽ വർഷിക്കുന്ന ഓരോ ബോംബും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ക്രൂരതകൾ തന്നെയാണ്. ഇറാൻ ഒരു തകർന്നുപോയ രാഷ്ട്രമല്ല, മറിച്ച് ദശകങ്ങളായി അമേരിക്കയുടെ ഉപരോധങ്ങളെ അതിജീവിച്ച കരുത്തുറ്റ ജനതയാണ്. ട്രംപിന്റെ ആക്രമണത്തിന് മുന്നിൽ മുട്ടുമടക്കുന്നതിന് പകരം തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ അമേരിക്കയും സഖ്യകക്ഷികളെയും ഭീതിയിലാഴ്ത്തുകയാണ്. ഹോർമൂസ് കടലിടുക്ക് ഉപരോധിച്ചുകൊണ്ടുള്ള ഇറാന്റെ മറുപടി ലോകത്തിലെ എണ്ണ വിപണിയെ സ്തംഭിപ്പിച്ചു കഴിഞ്ഞു. ക്രൂഡ് ഓയിൽ വില ബാരലിന് $110 കടന്നതോടെ ഏഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ സാധാരണക്കാർ വലിയ വിലക്കയറ്റമാണ് നേരിടുന്നത്. ഇറാന്റെ മിസൈൽ സാങ്കേതികവിദ്യ കേവലം പ്രതിരോധത്തിന് മാത്രമല്ലെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. UAE ആമസോൺ ഡാറ്റാ സെന്ററുകൾക്കും ഫുജൈറ ഓയിൽ ടെർമിനലിനും നേരെ ഉണ്ടായ ആക്രമണങ്ങൾ ഇറാന്റെ കൃത്യതയാർന്ന സൈനിക ശക്തിയുടെ തെളിവാണ്. $270 ബില്യൺ നഷ്ടപരിഹാരം ഇറാൻ ആവശ്യപ്പെടുമ്പോൾ അത് തങ്ങളുടെ തകർക്കപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾക്കും നഷ്ടപ്പെട്ട ജീവനുകൾക്കും വേണ്ടിയുള്ള നീതിയുക്തമായ ആവശ്യമാണ്. ലോകത്തെ വൻ ശക്തി എന്നറിയപ്പെടുന്ന അമേരിക്ക ഇറാന്റെ സൈനിക പ്രതിരോധത്തിന് മുന്നിൽ പതറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം കാണുന്നത്. 60 ദിവസത്തെ കാലാവധി കഴിയുമ്പോൾ ട്രംപിന് മുന്നിലുള്ള പ്രധാന പോംവഴി 2001 സൈനിക ശക്തി ഉപയോഗത്തിനുള്ള അംഗീകാരം ഉപയോഗിക്കുക എന്നതാണ്. 9/11 ആക്രമണത്തിന് ശേഷം ഭീകരവാദത്തിനെതിരെ പോരാടാൻ പ്രസിഡന്റിന് നൽകിയ ഈ അമിതാധികാരം ഇറാനെതിരെ പ്രയോഗിക്കാൻ ട്രംപ് ശ്രമിച്ചേക്കാം. എന്നാൽ ഇറാൻ ഒരു ഭീകര സംഘടനയല്ല, മറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള ഒരു പരമാധികാര രാഷ്ട്രമാണ്. 2001 നിയമം ഇറാനെതിരെ ഉപയോഗിക്കുന്നത് നിയമപരമായി നിലനിൽക്കില്ലെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പിന്തുണയോടെ ഇത് നടപ്പിലാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇറാനെ ഒരു ശത്രുപക്ഷത്ത് നിർത്തി ഭീകരവാദ മുദ്ര ചാർത്തി യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനുള്ള ട്രംപിന്റെ രാഷ്ട്രീയ തന്ത്രം മാത്രമാണിത്. സൈന്യത്തെ പിൻവലിക്കുന്നത് ഇറാന്റെ ധാർമ്മിക വിജയമായി കണക്കാക്കപ്പെടുന്നതിനാൽ ട്രംപ് ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയേറെയാണ്. ഇത് അമേരിക്കൻ ജനാധിപത്യത്തിന്റെ തന്നെ പതനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ യുദ്ധം അമേരിക്കയേക്കാൾ കൂടുതൽ തളർത്തുന്നത് അവരുടെ സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങളെയാണ്. UAEയും സൗദി അറേബ്യയും ഇപ്പോൾ അമേരിക്കയുടെ സാമ്പത്തിക ഗ്യാരണ്ടി ആവശ്യപ്പെടുന്നത് തങ്ങളുടെ തകർന്ന സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാനാണ്. അമേരിക്ക തുടങ്ങിവെച്ച ഒരു യുദ്ധത്തിന് തങ്ങൾ എന്തിനാണ് വില നൽകേണ്ടെന്ന ചോദ്യം ഇപ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. UAEയുടെ സെൻട്രൽ ബാങ്ക് മേധാവി ഖാലിദ് മുഹമ്മദ് ബാലമ കറൻസി സ്വാപ്പ് കരാറുകൾക്കായി US ഫെഡറൽ റിസർവിനെ സമീപിച്ചത് യുദ്ധം തങ്ങളെ എത്രത്തോളം സാമ്പത്തികമായി തകർത്തു എന്നതിന്റെ തെളിവാണ്. മുൻകാല യുദ്ധങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് പണം നൽകുകയായിരുന്നു പതിവെങ്കിൽ ഇത്തവണ കഥ മാറി. അമേരിക്ക പണം നൽകണമെന്നാണ് അവരുടെ ആവശ്യം. ഇത് അമേരിക്കൻ ഡോളറിന്റെ ആഗോള ആധിപത്യത്തിന്റെ ഭീഷണിയാവുകയും ഗൾഫ് രാജ്യങ്ങൾ ചൈനീസ് യുവാനിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇറാന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം പരോക്ഷമായി ഡോളർ രാഷ്ട്രീയത്തെയും തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെടുന്നത് ട്രംപിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം കൊണ്ട് മാത്രമാണ്. 100% സംതൃപ്തി വേണമെന്ന ട്രംപിന്റെ വാശി ഒരു ചർച്ചയല്ല, മറിച്ച് ആജ്ഞാപിക്കലാണ്. പാകിസ്ഥാനിൽ നടന്ന ചർച്ചകൾ ഫലം കാണാതെ പോയത് അമേരിക്കയുടെ ഈ അഹങ്കാരം കാരണമാണ്. മെയ് 1 ശേഷവും യുദ്ധം തുടർന്നാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ ട്രംപിനെ ഒറ്റപ്പെടുത്തും. റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോടെ ഇറാൻ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങൾ അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇറാന്റെ യുറേനിയം ശേഖരവും എണ്ണ സമ്പത്തും കൈക്കലാക്കുക എന്ന ഗൂഢലക്ഷ്യം ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടു കഴിഞ്ഞു. മെയ് 1 ആകുമ്പോൾ ട്രംപിന് മുന്നിൽ 2 വഴികളേ ഉള്ളൂ.
ഒന്നുകിൽ നിയമത്തെ ബഹുമാനിച്ച് സൈന്യത്തെ പിൻവലിക്കുക, അല്ലെങ്കിൽ ഒരു സ്വേച്ഛാധിപതിയെ പോലെ നിയമം ലംഘിച്ച് യുദ്ധം തുടരുക. രണ്ടാമത്തെ വഴിയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് അമേരിക്കൻ ഭരണഘടനയുടെ തകർച്ചയ്ക്കും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സൈനിക സംഘർഷത്തിനും വഴിവെക്കും. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധം ഇനിയും ശക്തമായാൽ അമേരിക്കയ്ക്ക് ഇതൊരു രണ്ടാം വിയറ്റ്നാമായി മാറാൻ സാധ്യതയുണ്ട്. ഈ യുദ്ധം ട്രംപിന് ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രമായിരിക്കാം. എന്നാൽ ഇറാന്റെ ജനതയ്ക്ക് ഇത് നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. ലോകം ആവശ്യപ്പെടുന്നത് ചോരപ്പുഴയല്ല, മറിച്ച് ചർച്ചകളിലൂടെയുള്ള സമാധാനമാണ്. 60 ദിവസത്തെ ഘടികാരം ടിക് ടിക് എന്ന് ശബ്ദിക്കുമ്പോൾ നീതിയുടെ പക്ഷം പിടിക്കാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറാകുമോ, അതോ അമേരിക്കൻ ധിക്കാരത്തിന് മുന്നിൽ നിശബ്ദമാകുമോ എന്ന് കണ്ടറിയണം.